വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിർച്വൽ ബോക്സിൻ്റെ ഇൻസ്റ്റലേഷൻ, അതുപോലെ തന്നെ വിർച്വൽ ബോക്സിൽ ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് സെൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ലാപ്ടോപ്പിൻ്റെ ബയോസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൻ്റെ ബയോസിൽ വിർച്വലൈസേഷൻ ടെക്നോളജി എനേബിൾ ചെയ്യണം. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ബയോസ് എങ്ങനെ ആക്സസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ മോഡൽ നമ്പർ വെച്ച് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. ദെൻ ആ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലാപ്ടോപ്പിൻ്റെ ബയോസ് ആക്സസ് ചെയ്യുക. ദെൻ ബയോസിൽ വിർച്വലൈസേഷൻ ടെക്നോളജി എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ വിർച്വൽ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ മാക്കാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മാക്കിന് വേണ്ടിയിട്ടുള്ള വിർച്വൽ ബോക്സ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിൻഡോസോ അതോ ലിനക്സോ ഏതോ പ്ലാറ്റ്ഫോമിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ആ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടുള്ള വിർച്വൽ ബോക്സ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. വിർച്വൽ ബോക്സിൻ്റെ ഇൻസ്റ്റലേഷൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു ഇൻസ്റ്റലേഷനാണ്. അതുപോലെ തന്നെ ഈ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റുകൾ തന്നെയാണ്. ഈ ഒഫീഷ്യൽ സൈറ്റുകളുടെ എല്ലാത്തിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ആക്സസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണ്, നിങ്ങളിപ്പോൾ വിൻഡോസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ വിൻഡോസിൻ്റെ ഇൻസ്റ്റാളർ കിട്ടും. അതൊരു exe ഫയലായിരിക്കും. ആ exe ഫയൽ നിങ്ങൾ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. മാക്കിൽ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത വേണ്ട എന്താണ്, സെൻഡോസിൻ്റെ ഒരു ISO ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഈ ISO ഫയൽ എന്താണ്, അതുപോലെ തന്നെ ലിനക്സ് എന്താണ്, ലിനക്സിൻ്റെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ച് ഞാനൊരു പഴയ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാനായിട്ട് സെൻഡോസിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, www.sendos.org. അപ്പോൾ നിങ്ങൾ sendos.org വിസിറ്റ് ചെയ്യാം. sendos.org ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് സെൻഡോസിൻ്റെ ഏത് ആർക്കിടെക്ചറിന് വേണ്ടിയിട്ടുള്ള സെൻഡോസാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യേണ്ടത് ഏതായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കണം x86-64 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കണം. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡോസ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ധാരാളം ലിങ്കുകൾ നിങ്ങൾക്ക് കിട്ടും. ഇതിലേതെങ്കിലും ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് അവൈലബിൾ അല്ലെങ്കിൽ ഇതിൽ കാണുന്ന മറ്റ് ലിങ്കുകൾ നിങ്ങൾ യൂസ് ചെയ്യുക. ഞാനിതിൽ ഫസ്റ്റ് വൺ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഏത് ലിങ്കാണ്, ഏതാണ് നിങ്ങളുടെ സെൻഡോസ് എന്ന് പറഞ്ഞാൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ISO ഫയൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വണ്ണാണ്. അത് ഏകദേശം 4 GB അടുത്തുണ്ടായിരിക്കും. ഇനി ഇത് ഡയറക്റ്റ് ഡൗൺലോഡ് ആയിരിക്കും നടക്കുക. അപ്പോൾ ഇൻ്റർനെറ്റൊന്നും അത്ര സ്റ്റേബിൾ അല്ലാത്ത ഇൻ്റർനെറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോറൻ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ 4 GB ഒരു ISO ഫയൽ ഉണ്ടായിരിക്കും, ഈ 4 GB ഒരു ISO ഫയൽ ഡൗൺലോഡ് ചെയ്താൽ മതി. ഞാൻ ഈ 4 GB ISO ഫയലും ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സെൻഡോസിൻ്റെ ഇൻസ്റ്റലേഷനിലേക്ക് പോകാം.